അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു അഅറാബിയായ സ്വഹാബി വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ നോൽമ്പ് നോക്കുന്നുണ്ട്, പിന്നെ എനിക്ക് ഹജ്ജ് ഞാൻ ചെയ്തിട്ടില്ല, അതേ സമയത്ത് ഞാൻ സക്കാത്തും കൊടുത്തിട്ടില്ല. കാരണം അത് പണമുള്ളവർക്കാണല്ലോ നബിയെ. പക്ഷേ ഞാനൊരു പാവപ്പെട്ടവനാണ്, എനിക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഇത് മാത്രമാണ് നബി, ഈ രണ്ട് കാര്യങ്ങൾ. അത് വേണ്ടതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട് റബ്ബേ. എന്നാൽ എനിക്ക് സ്വർഗമുണ്ടോ നബിയെ? ഞാൻ സ്വർഗത്തിലാണെന്ന് എനിക്ക് ഉറപ്പിക്കാമോ നബിയെ എന്ന് ആ സ്വഹാബി മുത്തുനബിയോട് ചോദിച്ചപ്പോൾ മുത്തുനബി ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി അവിടെ നിന്ന് ചിരിച്ചുപോയി. പാവം അദ്ദേഹത്തിൻ്റെ ആ നല്ലൊരു ചോദ്യം കേട്ടപ്പോൾ, ആ പാവപ്പെട്ട അറാബിയുടെ ആ ചോദ്യം കേട്ടപ്പോൾ മുത്തുനബിക്ക് വല്ലാത്ത സന്തോഷമായി. അയാൾക്ക് സ്വർഗം വേണം, പക്ഷെ കൂടുതൽ ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷെ കഴിയുന്നതൊക്കെ നല്ല വേണ്ടതുപോലെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മുത്തുനബി പറയുന്നു, മുത്തുനബി പറയുന്നു, മോനെ, നിനക്ക് സ്വർഗമുണ്ട്, പക്ഷേ ഇനിയൊരു കുറച്ച് കാര്യം നിന്നെ കൊണ്ട് സാധിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. അതൊന്ന് നീ സൂക്ഷിക്കുമോ? അതൊന്ന് ചെയ്യുമോ? ചെയ്താൽ നിനക്ക് സ്വർഗമുണ്ട് എന്നാണ് മുത്തുനബി പറഞ്ഞത്. നിന്റെ കണ്ണിനെ രണ്ട് കാര്യത്തിൽ നിന്ന് നീ സൂക്ഷിക്കണം. ഒന്ന്, ഹറാമിയത്തിലേക്ക് നോക്കുന്നതിനെ തൊട്ട്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇദ്ദേഹം ഫർളായ നിസ്കാരം നോമ്പുകളൊക്കെ വേണ്ടതുപോലെ ചെയ്തിട്ടും ഹറാമിയത്തിനെ തൊട്ട് വിട്ടു നിൽക്കാൻ മുത്തുനബി പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്, എത്ര ഇബാദത്തുണ്ടെങ്കിലും ഹറാമിയത്ത് നോക്കുന്നവർക്ക് വിട്ടു നിന്നിട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു അപകടമാണ് എന്നൊരു സൂചനയാണ്. അപ്പോൾ മുത്തുനബി അദ്ദേഹത്തിനോട് പറയുന്നു, മോനെ, നിന്റെ രണ്ട് കണ്ണിന് രണ്ട് കാര്യത്തിനു തൊട്ട് നീ ഒന്ന് വിട്ടു തിന്നാൽ മതി, വേറെ ഒന്നും നീ ചിന്തിക്കേണ്ടതില്ല. എന്താണ്? ഒന്ന് ഹറാമിയത്ത് നോക്കുന്നതിന് തൊട്ടും, മറ്റൊന്നു ഇലൽ ഖൽഖി ബിഐനിൽ ഇഹ്തിഖാർ, നിസാരതയോടുകൂടെ മനുഷ്യന്മാരെ കാണുന്നതിന്. ആരും നിസാരമായി കാണണ്ട, എല്ലാവരും എന്നെക്കാൾ ഉത്തമനെന്ന് വിചാരിക്കുക, എല്ലാവരും നല്ലവരാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള രണ്ട് കാര്യത്തിന് തൊട്ട് സൂക്ഷിക്കുകയും വഹഫിൽത ഖൽബക, നിന്റെ കൽബിനെയും രണ്ട് കാര്യത്തിന് തൊട്ട് നീ സൂക്ഷിക്കണം. അതായത് കൽബിൽ വരുന്ന രണ്ട് ചിന്തകളെ തൊട്ട് നീ സൂക്ഷിക്കണം. വൽ ഹസദ്, പകയെ തൊട്ടും അതേപോലെ തന്നെ ഹസദിനെ തൊട്ടും അസൂയത്തൊട്ടും. ഈ രണ്ട് കാര്യത്തൊട്ടും ആരോടും പകയുമില്ല, ആരോടും ഹസദുമില്ല. ഈ രണ്ട് കാര്യത്തിനെ തൊട്ട് നിന്റെ കൽബിനെ നീ സൂക്ഷിക്കുകയാണെങ്കിൽ, അതേപോലെ വഹഫിൽത ലിസാനക, നിന്റെ നാവിനെയും രണ്ട് കാര്യത്തിന് തൊട്ട് നീ സൂക്ഷിക്കുകയാണെങ്കിൽ, അനിൽ കദിബി വൽ ഗീബത്തി, കളവ് പറയുന്നതിന് തൊട്ടും ഗീബത്ത് പറയുന്നതിന് തൊട്ടും നിന്റെ നാവിനെ നീ ഈ രണ്ട് കാര്യത്തിന് തൊട്ടും മോനെ നീ സൂക്ഷിക്കുകയാണെങ്കിൽ, എന്നിട്ട് അദ്ദേഹത്തിനക്ക് മുത്തുനബി പറഞ്ഞൊരു ഓഫർ എന്താണെന്നറിയോ? തകൂനു മഈ ഫിൽ ജന്ന, നീ സ്വർഗത്തിൽ കടക്കുന്നല്ല, നീ എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകുമോനെ എന്ന് ആ സ്വഹാബിയോട് എന്തൊരു അത്ഭുതകരമായ ഒരു മറുപടിയാണ് മുത്തുനബി പറഞ്ഞത്. കൂടുതലൊന്നും ചെയ്യണ്ട, ഈ ചെയ്യുന്ന ഫർളായ കാര്യങ്ങൾ ചെയ്യലോടുകൂടെ അതേ നാവിനെ രണ്ട് കാര്യത്തിന് തൊട്ടും, കൽബിനെ രണ്ട് കാര്യത്തിന് തൊട്ടും, കണ്ണിനെ രണ്ട് കാര്യത്തിന് തൊട്ടോ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ സ്വർഗത്തിലാണെന്ന് മുത്തുനബി അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളോടും കൂടിയാണ് മുത്തുനബി പറഞ്ഞതെന്ന് നാം ഓർക്കണം. അപ്പോൾ നമ്മൾക്കും മുത്തുനബിയോടും കൂടെ സ്വർഗത്തിൽ കിടക്കാൻ അത് വലിയ കാരണമാകുന്നുണ്ട്. ഈ പറഞ്ഞ കണ്ണിനെയും കൽബിനെയും നാവിനെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സൂക്ഷിക്കാൻ നാം ശ്രമിക്കുക, അതിനു വേണ്ടി അധ്വാനിക്കുക. അത് അധ്വാനിച്ചാലേ നമുക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. നോക്ക്, നേരത്തെ അദ്ദേഹം ചോദിച്ചില്ലേ, ഞാൻ ഫർള് നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, എന്നിട്ട് എനിക്ക് സ്വർഗമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ നിനക്കുണ്ടു എന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ല. അപ്പം അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അതാണ്. കേവലം ഫർള് നിസ്കരിക്കണം, ഇബാദത്തുകളൊക്കെ ചെയ്യണം, പക്ഷേ ഹറാമിയത്തിനെ തൊട്ട്, ഇത്തരത്തിലുള്ള ചിന്തകളെ തൊട്ട്, ഇത്തരത്തിലുള്ള സംസാരങ്ങളെ തൊട്ടും നാം വിട്ടു നിന്നിട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു ദുഃഖകരമായ വിഷയമാണ്. അള്ളാഹു നമ്മെ വിജയിപ്പിക്കില്ല, അള്ളാഹു നമ്മെ സ്വീകരിക്കില്ല, മുത്തുനബിയും അത് നമ്മെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ നാം വിജയിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.
അദ്ദേഹത്തിനിക്ക് മുത്തനബി പറഞ്ഞ ആ ഓഫർ ആ കിട്ടുന്ന നല്ലവരിൽ അള്ളാഹു നമ്മയും പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.